നമസ്കാരം. സ്കന്ദഷഷ്ടിയുടെ പുണ്യ നിറവിലാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭക്തരായ നാം എല്ലാവരും തന്നെ. ധാരാളം ഷഷ്ടിവ്രതങ്ങൾ എടുക്കുന്നവരാണ് നാം എല്ലാവരും. എങ്കിലും തുലാമാസത്തിലെ അതിശ്രേഷ്ഠമായ ഈ സ്കന്ദഷഷ്ടി വ്രതം നോൽക്കാൻ കാത്തിരിക്കുന്ന അമ്മ മനസ്സുകളുടെ ആവേശം, അതെ ആവേശം എന്ന് തന്നെ പറയേണ്ടി വരും. ഭഗവാനോടുള്ള അനന്തമായ ഭക്തിയിൽ നിന്നുണ്ടാവുന്ന ആ ആവേശം, ആ ഒരു ആഗ്രഹം, അതിശ്രേഷ്ഠമായ സ്കന്ദഷഷ്ടി വ്രതത്തിന്റെ ധന്യത നെറുകയിൽ ഒരു തീർത്ഥമായി പതിക്കാൻ കാത്തു നിൽക്കുകയാണ് ഓരോ അമ്മ മനസ്സുകളും. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ ഈ സ്കന്ദഷഷ്ടി വ്രതം കൃത്യമായി നമുക്ക് എങ്ങനെ എടുക്കാം? സ്കന്ദഷഷ്ടി വ്രതത്തിലേക്കുള്ള കൃത്യമായ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്? അതിവിശേഷമായി ഈ സ്കന്ദഷഷ്ടി വ്രതം ആർക്കൊക്കെ എടുക്കാം? ഇനി വ്രതം എടുക്കാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണ് എന്നു വേണ്ട സ്കന്ദഷഷ്ടി വ്രതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കുള്ള മറുപടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൂർണ്ണ വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. തുടർന്നും ഷഷ്ടി മാഹാത്മ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്കായി എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. എല്ലാ മാസത്തിലെയും ഷഷ്ടിവ്രതം നോൽക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന ഈ 6 ദിവസങ്ങൾ, അതായത് തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിയുടെ വരാൻ പോകുന്ന പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള 6 പുണ്യ ദിവസങ്ങൾ, ഈ പ്രാവശ്യം അത് 2025 ഒക്ടോബർ 22 ബുധനാഴ്ച മുതൽ ഷഷ്ടി ദിവസമായ ഒക്ടോബർ 27 തിങ്കളാഴ്ച വരെയാണ്. സാക്ഷാൽ മുരുക ഭഗവാന്റെ, നമ്മുടെ വേലായുധ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ ദിവസങ്ങൾ, അതാണ് പ്രസിദ്ധമായ അതിശ്രേഷ്ഠമായ ഈ സ്കന്ദഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. ദേവസൈന്യാധിപനായ സുബ്രഹ്മണ്യ ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിച്ച് ഈ ഷഷ്ടി വ്രതം അതിന്റെ പൂർണ്ണതയിൽ നോറ്റാൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉറപ്പായും ഭഗവാന്റെ കയ്യിലുണ്ട് എന്നത് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്ന ഒരു സത്യമാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ സർവ്വ ദുഃഖങ്ങളും ഈ ഒരൊറ്റ സ്കന്ദഷഷ്ടി വ്രതത്തിലൂടെ അകലുന്നതാണ്. അതായത് തന്റെ അമ്മ 108 ഷഷ്ടിവ്രതം തുടർച്ചയായി നോറ്റ് ശാപമുക്തനാക്കിയ ആ ഒരു മകനാണ് സാക്ഷാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ ഏതൊരമ്മയും മനസ്സറിഞ്ഞ ഭഗവാനെ ഒന്ന് വിളിച്ച് മക്കൾക്ക് വേണ്ടി കരഞ്ഞപേക്ഷിച്ചാൽ, ഈ ഷഷ്ടിവ്രതം നോറ്റാൽ എല്ലാ സൗഭാഗ്യങ്ങളും കനിഞ്ഞു നൽകും നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാൻ. അതിന് യാതൊരു സംശയവും വേണ്ട. കൂടാതെ ഇതിലൂടെ നമുക്ക് മഹാദേവന്റെയും ശ്രീ പാർവതി ദേവിയുടെയും വിഘ്നേശ്വരന്റെയും പ്രത്യേക അനുഗ്രഹത്തിനും നമ്മൾക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ കേട്ടോ. ആദ്യമായിട്ട് സ്കന്ദഷഷ്ടി വ്രതത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം, വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള 6 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ വിശിഷ്ട ഷഷ്ടി ആചരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അത് ഒക്ടോബർ 22 ബുധനാഴ്ച മുതൽ ഒക്ടോബർ 27 തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ്. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വെടിഞ്ഞ് പൂർണ്ണമായി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ ശ്രേഷ്ഠവും അതിവേഗം അഭീഷ്ടസിദ്ധി നൽകുന്നതുമാണ്. അഭീഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് ഈ വ്രതം എടുക്കുന്നുവോ ഭഗവാൻ അത് മനസ്സറിഞ്ഞ് നമ്മുടെ കൈവെള്ളയിൽ വെച്ചു തരും എന്നതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. അങ്ങനെ പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള 6 ദിവസങ്ങൾ വ്രതം എടുക്കുന്നവരുമുണ്ട്. ഇനി എല്ലാവർക്കും സാഹചര്യങ്ങൾ കൊണ്ട് ഈ 6 ദിവസം വ്രതം നോൽക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ളവർ ഷഷ്ടിയുടെ തലേ ദിവസം, അതായത് പഞ്ചമി ദിവസം ഒരിക്കൽ എടുത്തുകൊണ്ട്, അതായത് തലേ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് നമ്മൾക്ക് വ്രതം നോൽക്കാവുന്നതാണ്. ഇനി ഈ 6 ദിവസങ്ങളിലും കുറച്ച് സമയം നമ്മൾ മുരുക ഭഗവാന്റെ നാമജപത്തിനായി ഉറപ്പായും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി വ്രതം നോൽക്കേണ്ട രീതി ഞാനൊന്ന് വിശദമാക്കാം. ഈ 6 ദിവസങ്ങളിലും ഷഷ്ടിവ്രതം നോൽക്കുന്ന ഒരാൾ, അതായത് ഈ ഒക്ടോബർ 22 തീയതി മുതൽ ഒക്ടോബർ 27 തീയതി വരെ, അതായത് പ്രഥമ മുതൽ ഷഷ്ടി വരെ വ്രതം നോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കുന്ന ഒരാൾ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, അതായത് ഒക്ടോബർ 22 തീയതി ബുധനാഴ്ചത്തെ കാര്യമാണ്, അന്ന് അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി നിലവിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ എത്തി ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്താം. ഇനി നിങ്ങൾ 6 ദിവസം വ്രതം നോൽക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
ഷഷ്ടിയുടെ തലേ ദിവസമായ ഒക്ടോബർ 26 ഞായറാഴ്ചയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 6 ദിവസം വ്രതം നോൽക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 22 തീയതി ബുധനാഴ്ച അതിരാവിലെ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഇനി 6 ദിവസവും നോൽക്കാൻ കഴിയാതെ തലേ ദിവസം മാത്രം വ്രതം നോൽക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒക്ടോബർ 26 ഞായറാഴ്ച അതിരാവിലെയാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി നമ്മൾ ആ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തെത്തി നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ തന്നെ സമർപ്പിക്കാം. ഭഗവാൻ ഒരു നെയ് വിളക്ക്, അതായത് ഒരു ചെറിയ ചിരാതില് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്കൊരു ചെറിയ നെയ് വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. ഇത് ഏറ്റവും ഐശ്വര്യമാണ്. അതായത് ഈ 6 ദിവസങ്ങളിലും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു ചെറിയ ചിരാതിൽ നെയ് വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഭഗവാനോട് ഈ ഷഷ്ടിവ്രതം എടുക്കുന്നതിനായുള്ള അനുവാദവും അനുഗ്രഹവും ഒക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ചോദിക്കാം. ഒരു സങ്കല്പം, അതായത് നമ്മുടെ ഒരു ആഗ്രഹം, അതെന്താഗ്രഹവുമാകാം. അമ്മമാരൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരുന്നതിനായിട്ടും ഇപ്പം സാമ്പത്തികമായി നല്ല പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാകും എല്ലാവരും തന്നെ. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാനെ പൂർണ്ണമായി മാറ്റിത്തരണേ. കടബാധ്യതകളിലൊക്കെ ഒരുപാട് ഉഴലുന്നവരാവും എല്ലാവരും തന്നെ. അതൊക്കെ പൂർണ്ണമായി മാറ്റിത്തന്ന് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നിറയണേ. അതുപോലെ തന്നെ സന്തതികളെ ചൊല്ലി ഒരുപാട് ദുഃഖിക്കുന്ന അമ്മ മനസ്സുകൾ ധാരാളമായിട്ടുണ്ട്. ഏതമ്മയാണല്ലേ മക്കളെ ചൊല്ലി വിഷമിക്കാതിരിക്കുക? എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അമ്മമാരല്ലേ ആ മനസ്സിലുണ്ടാവാതെ ഇരിക്കോ? ഇതെല്ലാം എന്തു തന്നെ ആയാലും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ഭഗവാന്റെ ആ പാദത്തിലേക്ക് അങ്ങ് അർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായും ഈ സ്കന്ദഷഷ്ടി വ്രത ദിവസങ്ങളിൽ ഭഗവാൻ അത്രയും ഐശ്വര്യം നമ്മൾക്ക് തരുന്ന ദിവസങ്ങളാണ്. ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കാണാൻ എത്തുന്ന പുണ്യ ദിവസങ്ങളാണ്. അമ്മമാര് മനസ്സ് നിറഞ്ഞൊന്ന് ചോദിച്ചാൽ ഭഗവാന് തരാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് മനസ്സിൽ വരുന്നത് എന്തും നല്ല ആഗ്രഹങ്ങളായിരിക്കണം എന്ന് മാത്രം. എന്തും ഭഗവാനോട്, ആ ചെറിയ മുരുക ഭഗവാനോട് അല്ലെ ബാലരൂപമായിട്ട് സങ്കല്പിച്ച് തന്നെ പ്രാർത്ഥിച്ചോളൂ. അപ്പൊ ഒന്നുകൂടെ ഭഗവാൻ കേൾക്കും നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ഭഗവാനോട് ആ ഒരു ദിവസം രാവിലെ, അതായത് നമ്മൾ വ്രതം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം രാവിലെ അനുവാദം ചോദിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഭഗവാനോട് ആ ഒരു ആവശ്യം എന്ത് തന്നെയായാലും അത് ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ച്, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, ഞാൻ ഈ ഷഷ്ടിവ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാകണേ. എല്ലാ പ്രാർത്ഥനകളും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്ക് എടുക്കാൻ കഴിയുന്ന ഷഷ്ടിവ്രതങ്ങളെല്ലാം തന്നെ ഞാൻ ഇനി മുൻപോട്ട് എടുത്തുകൊള്ളാം ഭഗവാനെ. ദുഃഖങ്ങളെല്ലാം അകറ്റി മനസമാധാനം തന്ന് കുടുംബാംഗങ്ങളെ മുഴുവൻ രക്ഷിക്കണേ ഭഗവാനെ എന്ന് നമ്മൾക്ക് മനസ്സുരുകി നിറകണ്ണുകളോടെ ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കാം. ഈ ഒരു സമയം നമുക്ക് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, കീർത്തനങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ അറിയാമോ? അതെല്ലാം ഭഗവാന്റെ മുൻപിൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. അന്നേ ദിവസം പൂർണ്ണമായും ഭഗവാന്റെ നാമം നാവിലും മനസ്സിലും വിളങ്ങണം. തുടർന്ന് മുൻപോട്ടുള്ള ഷഷ്ടി ദിവസം വരെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മത്സ്യമാംസാദികളൊക്കെ നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. അതുപോലെ പകൽ ഉറങ്ങാതെ ഇരിക്കാനും നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഈ ഷഷ്ടി ദിവസം തുടങ്ങുന്ന അന്ന് പ്രഥമ രാവിലെ, അല്ലെങ്കിൽ 2 ദിവസം മാത്രമാണ് നോൽക്കുന്നതെങ്കിൽ ഷഷ്ടിയുടെ തലേ ദിവസം ഭഗവാന്റെ മുൻപിൽ നമ്മൾ ഒരു സങ്കല്പം സമർപ്പിച്ചുകൊണ്ട് വ്രതം നോൽക്കാനുള്ള ഒരു അനുവാദം മേടിച്ചിരിക്കുകയാണ്. ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളെല്ലാം നമ്മൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ്. തീർച്ചയായും എല്ലാ സമയവും ഭഗവത് നാമങ്ങള് നമ്മുടെ നാവിലും മനസ്സിലും വിളങ്ങാനായിട്ട് ശ്രദ്ധിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ഇനി ഈ ദിവസങ്ങളിലൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട നൈവേദ്യങ്ങൾ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ചെറിയൊരു പാത്രത്തിൽ പഞ്ചാമൃതം ഭഗവാൻ സമർപ്പിച്ചാൽ ഏറ്റവും ഇഷ്ടമാണ്. നമ്മൾക്കറിയാം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പഞ്ചാമൃതം എന്ന് പറയുന്നത് അല്ലേ. എല്ലാവർക്കും ഒന്നും അത് വീടുകളിൽ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല. എങ്കിലും നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാണാമല്ലോ പഞ്ചാമൃതം എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതുകൊണ്ട് അമ്മമാരൊക്കെ അതിനൊന്ന് ശ്രമിക്കുക കേട്ടോ. ഭഗവാന് പഞ്ചാമൃതം ഒരു നൈവേദ്യമായിട്ട് സമർപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇനി അതില്ലാച്ചാലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ഭഗവാന് നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് നൈവേദ്യമായിട്ട്. ഈ 6 ദിവസവും സമർപ്പിക്കണമല്ലോ. അവല് സമർപ്പിക്കാം, നെയ്യ് ചേർക്കാത്ത ശർക്കര പായസം ഭഗവാന് സമർപ്പിക്കാം. ഇതൊക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഭഗവാന് ഞാനിത് സമർപ്പിക്കുന്നു, ഭഗവാൻ സ്വീകരിച്ചാലും എന്നൊരു മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം ഭഗവാന് സമർപ്പിക്കാനായിട്ട്.
ഈ ഒരു സമയം നമ്മൾ വേറൊരു കാര്യം ഓർക്കണേ കേട്ടോ. ഭഗവാൻ ഈ നൈവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരാളിങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ആരാണത്? ഭഗവാന്റെ സഹോദരനായ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതി ഭഗവാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇങ്ങനെ നോക്കാണ്. മുരുക ഭഗവാന് മാത്രമേ ഉള്ളോ, എനിക്ക് തരുന്നില്ലേ എന്നുള്ളൊരു ഭാവം ഗണപതി ഭഗവാന്റെ മുഖത്ത് വരും കേട്ടോ. അതൊന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഗണപതി ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് നൈവേദ്യമാണെങ്കിലും ഗണപതി ഭഗവാൻ ഒന്ന് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ശ്രീ മുരുക ഭഗവാന് സമർപ്പിക്കാനായിട്ട്. അതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ കേട്ടോ. ഭഗവാന് നൈവേദ്യം ഒരു ചെറിയ പാത്രത്തിലാവുമല്ലോ കൊണ്ടുവയ്ക്കുക. അത് സ്പൂണിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് ഗണപതി ഭഗവാന്റെ തിരുവായുടെ അവിടേക്ക്, ആ ഫോട്ടോയുടെ തിരുവായുടെ അവിടേക്ക് ഇങ്ങനെ 3 തവണ കൊടുക്കുന്നതായിട്ട് ഭഗവാനെ സ്വീകരിച്ചാലും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ആ സ്പൂൺ ഒന്ന് കഴുകിയിട്ട് മുരുക ഭഗവാനും ആ ഒരു നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ വേണം കേട്ടോ നമ്മൾ ഭഗവാന് നൈവേദ്യം സമർപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും വിഘ്നേശ്വരന്റെയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം തുടർന്ന് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഉടനീളം നിങ്ങളുടെ മേലുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം 108 തവണ ചൊല്ലാവുന്നതാണ് ഈ ഒരു സമയങ്ങളിൽ. 108 തവണ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ 3, 5, 11, 21 തവണയായിട്ട് നമ്മൾക്ക് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ചൊല്ലാം. ഇനി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജദ്ഭൂവേ നമ, അത് 108 വീതം 2 നേരം, അതായത് രാവിലെയും വൈകിട്ടും ഓം വജദ്ഭൂവേ നമ എന്ന ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലുകയാണെങ്കിൽ സർവകാര്യസിദ്ധിയാണ് ഫലം. അതായത് മനസ്സെന്താഗ്രഹിച്ചാലും മുരുക ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളോട് അത് ചേർത്ത് തരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഭഗവാന്റെ ഏതു മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാനായിട്ട്. ഇനി വ്രതസമയത്തെ ആഹാരക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് വ്രതസമയത്ത് നമ്മൾ എന്ത് കഴിക്കാൻ പാടില്ല, ഭൂരിഭാഗം പേരുടെയും സംശയങ്ങളാണിത്. പ്രത്യേകിച്ച് 6 ദിവസത്തെ വ്രതമാണിതല്ലേ. 6 ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും ഉപവാസം നോൽക്കാൻ പറ്റുമോ? സാത്വിക ഭക്ഷണ വ്രതം എന്ന് പറയും. അതായത് ഭക്തിയോടുകൂടി പൂർണ്ണമായ സാത്വിക ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടുള്ള വ്രതം. അതായത് ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കടുക്, കാപ്പി, അതുപോലെ തന്നെ ഒരുപാട് മസാല ചേർന്ന ആഹാരങ്ങള്, അതുപോലെ ഓയിലിൽ ഒത്തിരി വറുത്തെടുത്ത ആഹാരങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ ആഹാരം കഴിക്കുന്നതിനാണ് സാത്വിക ഭക്ഷണ വ്രതം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ആഹാര രീതി ചിട്ടപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായി നമ്മുടെ ആരോഗ്യവും സാഹചര്യവും അനുവദിക്കുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു വ്രതത്തിലും ആഹാര കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനായിട്ട്. ഈ 6 ദിവസങ്ങളിലും പൂർണ്ണമായിട്ട് ഉപവാസം അനുഷ്ഠിക്കാനൊക്കെ ആർക്കും സാധിക്കുകയില്ല. നമ്മൾ പറഞ്ഞു ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ 6 ദിവസവും വ്രതം എടുക്കാവുന്നതാണ്. ഒരു നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളാണ്, നമ്മൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഉച്ചയ്ക്കാവും ആ അരി ആഹാരം കഴിക്കുക. അപ്പം നിങ്ങൾ ഈ 6 ദിവസവും ശ്രദ്ധിക്കേണ്ടത് പ്രഭാത ഭക്ഷണമായിട്ട് അരി ആഹാരം ഒഴിവാക്കി നിർത്തുക. അതായത് ദോശയോ ഇഡ്ഡലിയോ പുട്ടോ അപ്പമോ ഒന്നും രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണം, റവ കൊണ്ടുള്ള ഭക്ഷണമൊക്കെ നമ്മൾക്ക് പ്രഭാത ഭക്ഷണത്തിൽ ഈ 6 ദിവസങ്ങളിലും ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ദിവസം ഒന്ന് രാവിലെ ദോശ കഴിച്ചു പോയി എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഉച്ചയ്ക്ക് ആ ഒരു ചോറ് മാറ്റി വെച്ചിട്ട് ചപ്പാത്തിയോ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലുമോ ഒക്കെ നമുക്ക് ആ ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പൊ ഒരു നേരം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നതിൽ നിങ്ങളൊന്ന് ഉറപ്പിച്ചു നിർത്തുക. അതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം. ഇനിയും ഈ 6 ദിവസങ്ങളിലും രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കുന്നവരുണ്ട്, ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ആരോഗ്യം അത് അനുവദിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അമ്മമാർക്ക് മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും രാത്രിയിൽ പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് പറ്റില്ലാച്ചാല് ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കഴിക്കാം, അതിനും കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആരോഗ്യസ്ഥിതിയും സാഹചര്യവും അനുസരിച്ചിട്ട് വേണം നമ്മൾ ആഹാരക്രമം വ്രതങ്ങളിൽ ചിട്ടപ്പെടുത്താനായിട്ട്. അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റൂളൊന്നും ഈ വ്രതത്തിലില്ല. അതാണ് വീണ്ടും പറയുന്നത്, ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല പൂർണ്ണ പട്ടിണി എടുത്തുകൊണ്ട് എന്റെ വ്രതങ്ങൾ നോൽക്കണം എന്ന് ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഇതെപ്പോഴും മനസ്സിൽ വെക്കുക. ഇനി എല്ലാവർക്കും വ്രതം, അതായത് പ്രത്യേകിച്ച് ഈ സ്കന്ദഷഷ്ഠി വ്രതത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു സംശയമാണ്, നമ്മൾ പറഞ്ഞു നമ്മൾ 6 ദിവസം വ്രതം അതിന്റെ പൂർണ്ണതയിൽ എടുക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ട് നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് വ്രതം ഒന്ന് മുടങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ യാതൊരു വിധത്തിലും വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സ് ആയെന്ന് വരാം അല്ലേ. അപ്പൊ നമ്മളൊരു 3-4 ദിവസം വ്രതം നോച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാവും പെട്ടെന്ന് പീരീഡ്സ് കയറി വന്നു.
വല്ലാതെ മനസ്സ് വിഷമാവും അല്ലേ? ഈ ഒരു വർഷം കാത്തിരുന്നിട്ട് നമ്മൾ ഭഗവാന്റെ ആ ഒരു വ്രതം നോൽക്കാനായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഭഗവാനെ എന്താ എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ പീരീഡ്സ് കയറി വന്നത്? ചിലപ്പോ പീരീഡ്സിന്റെ സമയമല്ലേ, പീരീഡ്സ് വരാതിരിക്കോ? അങ്ങനെയൊന്നുമില്ല, ഭഗവാന്റെ അനിഷ്ടമൊന്നും അതിലൊന്നും ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. ആ ഒരു വ്രതം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതായത് മത്സ്യ മാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് പകൽ ഉറങ്ങാതെ ഒക്കെ നമുക്ക് ആ വ്രതം കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പൂജാ കർമ്മങ്ങളിൽ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും ഒക്കെ മാത്രം മാറ്റിവെച്ചാൽ മതി. അല്ലാതെ ഭഗവാന്റെ നാമം ചൊല്ലലെന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. എവിടെയിരുന്നും ഏതൊരു സാഹചര്യത്തിലും ഭഗവാനെ സ്മരിക്കാം, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. മനസ്സിലും നാവിലും എല്ലാം നിറയും ഭഗവാൻ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അതിലൊരു കാര്യമാണ് പീരീഡ്സ് വന്ന് തടസ്സപ്പെട്ടാൽ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പല കാര്യങ്ങളും കൊണ്ടും തടസ്സങ്ങൾ നേരിടാം. എന്ത് തടസ്സങ്ങൾ വന്നാലും നമ്മൾക്ക് വ്രതം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം ഇടയ്ക്ക് വന്നാലും ഭഗവാനെ ഒന്നും കൂടെ മുറുകി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ടതായിട്ടില്ല. ഇനി ജോലിക്ക് പോകുന്നവർക്ക് ഈ പൂർണ്ണ വ്രതമൊക്കെ എടുത്തിട്ട് എങ്ങനെയാ വ്രതം നോൽക്കാൻ കഴിയുക? അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിതമായി ഭക്ഷണം കഴിക്കുക. അങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട. മിതമായ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മത്സ്യ മാംസാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജോലിക്കിരിക്കുന്ന സമയത്താണെങ്കിലും ഭഗവാന്റെ നാമങ്ങളും ഭഗവത് ചിന്തകളും ഒക്കെ മനസ്സിൽ നിറയട്ടെ. വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ പോകണ്ട. ആ ഒരു ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഭഗവത് നാമങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിൽ നമുക്ക് നിറയ്ക്കാം. ഈ ഒരു വ്രത ദിവസങ്ങളിലല്ലേ നമ്മൾ ഭഗവാനോട് ഇത്രയും കൂടുതൽ അടുത്ത് നിൽക്കുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറെ എന്റർടൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവും. വ്രത ദിവസങ്ങളിലാവും നമ്മൾ ഭഗവാനോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. ആ ഒരു സമയം നമ്മൾ അതിനായിട്ടൊന്ന് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നേ ഉള്ളൂ. ഇനി വ്രതം എടുക്കാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞ എല്ലാവർക്കും വ്രതം എടുക്കാം. ഈ സമയത്താണ് ഞാൻ ഓർത്തത്, നേരത്തെ ഇട്ട ഷഷ്ടിവ്രത വീഡിയോയിൽ എനിക്ക് സംശയം വരുന്നുണ്ടായിരുന്നു. ഷഷ്ടിവ്രത വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, അമ്മമാര് മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് ഷഷ്ടിവ്രതം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണോ എന്നറിയില്ല. ചിലർ സംശയം ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാത്തവർക്ക് ഷഷ്ടിവ്രതം, സ്കന്ദ ഷഷ്ടിവ്രതം എടുക്കാൻ പാടില്ലേ എന്ന സംശയം വന്നു. ഒരിക്കലും ഇല്ല കേട്ടോ. എല്ലാവർക്കും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും വരെ സ്കന്ദഷഷ്ടി വ്രതം, സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്ദഷഷ്ടി വ്രതം നോൽക്കാവുന്നതാണ്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആർക്കും വ്രതം എടുക്കാൻ പാടില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്കു കേട്ടോ. എന്നാലും ചിലർക്ക് വ്രതം എടുക്കാൻ പാടില്ലല്ലോ. അത് ആർക്കൊക്കെയാണ്? അതായത് നമ്മുടെ വീട്ടില് ഈ അടുത്തൊരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പുല വാലായ്മ സമയങ്ങളിൽ നമ്മൾ വ്രതം നോൽക്കാൻ പാടില്ല. ഈ ഒരു സ്കന്ദഷഷ്ടി വ്രത സമയത്ത് നമ്മൾ പുലയിലാണ്, വാലായ്മയിലാണെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ഷഷ്ടി വ്രതം എടുക്കാമല്ലോ. അങ്ങനെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചിട്ട് നമ്മൾക്ക് ആ ഒരു ദിവസങ്ങൾ നീക്കാവുന്നതാണ്. ഇനി അതുപോലെ തീർത്തും രോഗാവസ്ഥയിലുള്ളവർ, ശരീരം ഒട്ടും അനുവദിക്കുന്നില്ല വ്രതമൊന്നും എടുക്കാനായിട്ട്, ധാരാളം മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വയ്യാതിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ കാണും. മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടാവും വ്രതം എടുക്കണമെന്ന്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മുടെ ശരീരം, നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യമാണെങ്കിലും വ്രതം നോൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഉപവാസം പാലിക്കാതെ ഭക്തിയോടെ സാത്വിക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഭഗവാനോട് ചേർന്ന് നിൽക്കാം ഈ ദിവസങ്ങളിൽ. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്തിയുള്ള മനസ്സിലാവും ഭഗവാൻ തീർച്ചയായും വസിക്കുക. പൂർണ്ണമായി പട്ടിണി കിടക്കുന്ന ശരീരത്തിലേക്കും മനസ്സിലേക്കും ഭഗവാൻ വരണമെന്നില്ല. തീർച്ചയായും ഭക്തിയും നമ്മുടെ നല്ല പ്രവൃത്തിയും ഒക്കെയാണ് അതിനാധാരം എന്ന് പറയുന്നത്. ഈ 5 ദിവസങ്ങളിലും നമ്മൾ വ്രതം നോറ്റു, അതിന്റെ എല്ലാ ചിട്ടയോടും കൂടി. അങ്ങനെ ഷഷ്ടി ദിവസമായ ഒക്ടോബർ 27 തിങ്കളാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അതിരാവിലെ കുളിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാവരും തീർച്ചയായിട്ടും തൊട്ടടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇല്ലെങ്കിലും കുറച്ച് ദൂരെ ആണെങ്കിലും പോവുക. അന്നേ ദിവസം ഉറപ്പായിട്ടും പോകാൻ കഴിയുന്നവരെല്ലാവരും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സുബ്രഹ്മണ്യ മൂലമന്ത്രം, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ സഹസ്രനാമം, സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം, ഷഷ്ടിദേവി മന്ത്രം, ഷഷ്ടിദേവി സ്തുതി, ഗുഹസ്തവം എന്നിവ അന്നേ ദിവസം ഉറപ്പായിട്ടും ജപിക്കണം. സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, സ്കന്ദപുരാണം എന്നിവ പാരായണം ചെയ്യണം. ക്ഷേത്രത്തിൽ അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ, ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ അവിടെ ഏതൊക്കെയാണെന്ന് ക്ഷേത്രത്തിൽ ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. ഒന്നില്ലാച്ചാലും നമ്മുടെ വീട്ടിലെ കുറച്ച് പുഷ്പങ്ങൾ ഭഗവാന് കൊണ്ടു കൊടുത്താലും ഭഗവാന് ഭയങ്കര സന്തോഷമാവും. അത്രയും ഐശ്വര്യമാണ് നമ്മൾക്ക്. ഭഗവാൻ അന്നേ ദിവസം പ്രസാദമൂട്ട് നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ്.
അങ്ങനെ ഷഷ്ഠി ദിവസം പൂർണ്ണമായും ക്ഷേത്രത്തിൽ ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കഴിക്കണം. ചിലരത് ഉച്ചയ്ക്ക് തന്നെ കഴിക്കും, ചിലരത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വൈകിട്ടാണ് കഴിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്തു വരുന്നത് അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അന്നേ ദിവസം ഏതെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. നമുക്ക് വീട്ടിൽ കുറച്ച് പച്ചരി ഇട്ട് വറ്റിച്ച് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പൂർണ്ണമായി വ്രതമെല്ലാം നോച്ചു അന്നേ ദിവസം. ഇനി ഇതിനെല്ലാം ശേഷം സപ്തമി ദിവസം, അതായത് പിറ്റേ ദിവസമായ ഒക്ടോബർ 28 ചൊവ്വാഴ്ച രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അന്നേ ദിവസവും ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നമുക്ക് അതിശ്രേഷ്ഠമായ സ്കന്ദഷഷ്ഠി വ്രതം അതിന്റെ പൂർണ്ണതയിൽ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം, അതായത് അല്പം ജലത്തിൽ തുളസിയിലെയും മലരും ഒക്കെ ഇട്ട് ആ തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. ഈ ഷഷ്ഠി വ്രതം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ 6 ദിവസവും പോയിട്ട് ഒരു ദിവസം പോലും ചിലപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ഷഷ്ഠി വ്രതം നിങ്ങൾക്ക് നോൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരും വിഷമിക്കേണ്ട. ഷഷ്ഠി ദിവസം നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന രീതിയിൽ വഴിപാടുകളൊക്കെ നടത്തുക. അതെങ്കിലും ചെയ്യണേ കേട്ടോ. വ്രതം എടുക്കുന്നവര് അന്ന് കഴിയുന്നത്ര നേരം ക്ഷേത്രത്തിൽ തന്നെ കഴിയുകയും ഭഗവാന്റെ മന്ത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ജപിക്കുകയും ചെയ്യുക. ഇനി എടുക്കാൻ കഴിയാത്തവരും അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ അതിവിശിഷ്ടമായ സ്കന്ദഷഷ്ഠി വ്രതത്തിനോടനുബന്ധിച്ച് നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ. പൂർണ്ണമായും ഞാൻ പറഞ്ഞു തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ മടിക്കരുത്. തീർച്ചയായും ഈ സ്കന്ദഷഷ്ഠി വ്രതം, ഈ തുലാമാസത്തിൽ അതിവിശിഷ്ടമായ സ്കന്ദഷഷ്ഠി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് സാക്ഷാൽ മുരുക ഭഗവാന്റെയും അതോടൊപ്പം തന്നെ ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വിഘ്നേശ്വരന്റെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ.